യുഎസ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി അവതരിപ്പിച്ച നിർണായകമായ ബിൽ പാസാക്കി അമേരിക്കൻ പ്രതിനിധി സഭ. തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ യുഎസ് പൗരത്വത്തിന്റെ തെളിവ് നിർബന്ധമാക്കുന്ന നിയമനിർമ്മാണത്തിനാണ് സഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. അതായത് വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഏതൊരാൾക്കും യുഎസ് പൗരത്വത്തിന്റെ രേഖാമൂലമുള്ള തെളിവ് നിർബന്ധമാക്കുന്ന നിയമനിർമ്മാണത്തിന് വ്യാഴാഴ്ച യുഎസ് ഹൗസ് അംഗീകാരം നൽകി. കൂടാതെ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുമെന്നും വോട്ടവകാശ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടർ എലിജിബിലിറ്റി ആക്ട് എന്നറിയപ്പെടുന്ന ബിൽ ഇനി സെനറ്റ് പരിഗണിക്കും. ശരിയായ രേഖകൾ ലഭിക്കാത്ത ദശലക്ഷക്കണക്കിന് യുഎസ് പൗരന്മാരെ ഈ നിയമം ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ ബില്ലിനെതിരെ അണിനിരന്നു. 4 ഡെമോക്രാറ്റുകൾ മാത്രമാണ് ബില്ലിനെ പിന്തുണച്ചത്. എന്നാൽ യുഎസ് തെരഞ്ഞെടുപ്പുകളിൽ രാജ്യത്തെ ശരിയായ പൗരന്മാർ മാത്രമാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാനും ഇലക്ഷൻ സംബന്ധിച്ച് ട്രംപിന്റെ ഉത്തരവ് നിയമമാക്കാനും ബിൽ ആവശ്യമാണെന്നായിരുന്നു മുൻനിര റിപ്പബ്ലിക്കന്മാരുടെ വാദം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹൗസ് റിപ്പബ്ലിക്കന്മാരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു മുൻഗണനയായി ഈ ആവശ്യകത സ്വീകരിച്ചിട്ടുണ്ട്. പൗരന്മാരല്ലാത്തവർ വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇല്ലാതാകേണ്ടത് ആവശ്യമാണെന്നും അവർ വാദിക്കുന്നുണ്ട്. ഇത് ഇതിനകം തന്നെ അപൂർവമാണ്. നിരവധി സംസ്ഥാന കേസുകൾ കാണിച്ചതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഏകോപിത ശ്രമത്തിന്റെ ഭാഗമല്ല, മറിച്ചൊരു തെറ്റാണ്. യുഎസ് പൗരന്മാരല്ലാത്ത ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത് ഫെഡറൽ നിയമപ്രകാരം ഇതിനകം തന്നെ നിയമവിരുദ്ധമാണ്. ഇത് കുറ്റകൃത്യങ്ങൾ ചുമത്തുന്നതിനും നാടുകടത്തലിനും കാരണമാകും. എന്തായാലും ഇത് 2ാം തവണയാണ് പ്രതിനിധി സഭയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഈ ബിൽ പാസ്സാക്കുന്നത്. കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബിൽ സെനറ്റിൽ പരാജയപ്പെടുകയായിരുന്നു. ഈ വർഷവും സമാനമായ സാഹചര്യം ഉണ്ടാകാനാണ് സാധ്യത. സെനറ്റിന്റെ നിയന്ത്രണം റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണെങ്കിലും ബിൽ പാസ്സാക്കിയെടുക്കുന്നതിന് ആവശ്യമായ 60 വോട്ടുകൾക്ക് താഴെയാണ് അവരുടെ അംഗസംഖ്യ. നിലവിൽ ഒരു യുഎസ് വോട്ടർക്ക് വോട്ട് ചെയ്യുന്നതിനായി അവരുടെ വോട്ടർ ഐഡിയുടെ ആവശ്യകത മാത്രമാണുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ്, ID, സ്റ്റേറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ സ്വീകാര്യമാണ്. ചില സ്റ്റേറ്റുകൾ ജനന സർട്ടിഫിക്കറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി കാർഡുകൾ എന്നിങ്ങനെയുള്ള ഫോട്ടോ പതിച്ചിട്ടില്ലാത്ത ID കാർഡുകളും സ്വീകരിക്കാറുണ്ട്. എന്നാൽ ബിൽ പാസ്സായാൽ ഫെഡറൽ വോട്ടർ രജിസ്ട്രേഷൻ ഫോം ഉപയോഗിക്കുന്ന എല്ലാ അപേക്ഷകരും അവരുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നേരിട്ട് പൗരത്വത്തിന്റെ രേഖാമൂലമുള്ള തെളിവ് നൽകേണ്ടി വരും. സാധുവായ യുഎസ് പാസ്പോർട്ടും സാക്ഷ്യപ്പെടുത്തിയ ജനന സർട്ടിഫിക്കറ്റോട് കൂടിയ സർക്കാർ നൽകിയ ഫോട്ടോ ID കാർഡും ഉൾപ്പെടെയുള്ളവയാകും സ്വീകാര്യമായ തിരിച്ചറിയൽ രേഖകൾ.